നമ്മുടെ ഹീറോ ഒരു കോൾ ബോയ് ആയി വർക്ക് ചെയ്യുന്നുണ്ടാകും. അതായത് ആർക്കെങ്കിലും വെളിയിൽ പറയാൻ പറ്റാത്ത ആഗ്രഹമുണ്ടെങ്കിൽ അവരെല്ലാം ഹീറോയിനെ ബുക്ക് ചെയ്യും. അതുപോലെ ഇവിടെ ഒരു വയസ്സായ ലേഡി നമ്മുടെ ഹീറോയിനെ ബുക്ക് ചെയ്യേ അവനും അവിടേക്ക് പോകും. രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്ന സമയം ആ ലേഡി എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു, മക്കളാണെങ്കിൽ ഫോറിനിലും പോയിരിക്കുകയാണ്, അതിനാൽ ഞാൻ തനിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറയും. ഇത് കേട്ട ഹീറോ അവരെ സമാധാനപ്പെടുത്തും. അത് ആ ലേഡിക്ക് ഒരുപാട് ഇഷ്ടമാകും. അങ്ങനെ അന്നത്തെ ദിവസം ഹാപ്പി ആയി പോകും. അടുത്ത ദിവസം നോക്കിയാൽ ഇതുപോലെ തന്നെ അവനെ പിന്നെയും ബുക്ക് ചെയ്തിട്ടുണ്ടാകും. ഇത് കണ്ട് അവൻ ഷോക്കാകും. അതിനുശേഷം ബെഡിലിരുന്ന് സംസാരിക്കുന്ന സമയം ആ ലേഡി നിന്റെ പേര് മൈക്കിൾ ആണെന്ന് എനിക്കറിയാം, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയേ. ഇത് കേട്ട ഹീറോ ഉടനെ തന്നെ അവിടെ നിന്ന് എണീറ്റ് ഡ്രസ് ഇടാനായി തുടങ്ങും. ഇതെല്ലാം എന്റെ പേഴ്സണൽ ആണ്, ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നും ദേഷ്യത്തിൽ പോകും. പോയ അടുത്ത സെക്കൻഡ് തന്നെ തിരിച്ചു വന്ന് എന്റെ ഫോൺ കാണാനില്ല, അത് മാത്രം എടുക്കാനാണ് വന്നത് എന്ന് പറഞ്ഞ് ഫോണിനെ തെരയും. എന്നാൽ എത്ര തേടിയിട്ടും കിട്ടാതായപ്പോൾ ദേഷ്യത്തിൽ ഒരിക്കലും ലവ് സെറ്റ് ആവില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ മാത്രമേ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ, ഇനിയും എന്നെ ബുക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോകും. പിറ്റേന്നും ആ ലേഡി ഹീറോയിനെ ബുക്ക് ചെയ്യേ രണ്ടുപേരും ഇപ്പൊ ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്ത് സംസാരിക്കും. അപ്പൊ ആ ലേഡി ഹീറോയിനോട് പറയും എപ്പോഴും ലവ് ആണ് ഇമ്പോർട്ടന്റ്, ലവിന് ശേഷമാണ് നീ പറഞ്ഞ ആ ആഗ്രഹങ്ങൾ, ഞാൻ നിന്നെ ബുക്ക് ചെയ്തതിന് മെയിൻ റീസൺ തന്നെ സ്നേഹമാണ് എന്നെല്ലാം പറയും. ഇത് കേട്ട ഹീറോയിനും ഒരുപാട് സങ്കടമാവും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ലവ് ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും റെഡ് ഹാർട്ട് കമന്റ് ആയി ഇടാനും മറക്കല്ലേ.